ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 18. ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, നാളെ മെയ് 19 എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ളത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ നിഫ്റ്റി എടുത്തിരിക്കുന്നു. നിഫ്റ്റിയിൽ ആക്ച്വലി മാർക്കറ്റിന് നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ, ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് മാർക്കറ്റ് ഷാർപ്പായ ഫോൾ, തുടക്കത്തിൽ തന്നെ ഒരു 45 മിനിറ്റ്സോളം മാർക്കറ്റ് താഴെ വന്നു. അത് കഴിഞ്ഞ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടിലാണ് മാർക്കറ്റിന് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ റാലി ചെയ്ത് പോകും. പ്രീവിയസ്ലി സപ്പോർട്ട് മീൻസ് കഴിഞ്ഞ വെഡ്നസ്ഡേ ഉണ്ടായിരുന്ന ആ ഒരു ലോ, ആ ലോയിലേക്ക് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് അവിടെ നിന്ന് ബൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. ബൗൺസ് ചെയ്യുന്ന ഇന്നത്തെ ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്ത് എന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ആ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ബോട്ടം ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് നല്ല രീതിയിൽ കയറിയ ഓൾമോസ്റ്റ് 110 മുകളിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ റുപ്പി ഇന്നത് ഫ്രഷ് ഓൾ ടൈം ഹൈയും കൂടെ ഇന്ന് ഹിറ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് പോലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടെ ബോട്ടം ലെവലിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ മെയിൻ സ്ട്രെങ്ത് കാണിക്കാനുള്ള ആ ഒരു പോസിബിലിറ്റി വന്നത് നിഫ്റ്റി IT എന്നാണ്. നിഫ്റ്റി IT ആണ് ഇന്ന് കുറച്ച് മാർക്കറ്റ് റാലി ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 2%ഓളം നിഫ്റ്റി IT റാലി ചെയ്തു. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് നിഫ്റ്റി IT ബുള്ളിഷ് മൊമെന്റത്തോട് കൂടി തന്നെ ക്ലോസ് ചെയ്തു. ഏറ്റവും ഇന്നത്തെ ഏറ്റവും ഹൈ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പം ഡിസ്പൈറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിരുന്നു ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിഫ്റ്റി ITക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്, അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്തായിരുന്നു. പ്രീവിയസ്ലി ആ ഒരു റെഡ് ക്യാൻഡലിന്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ്, അപ്പം ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് നിഫ്റ്റി IT ബോട്ടം ലെവലിൽ. അപ്പം ഈ ഒരു ലെവലും കൂടെ 29,600 ലെവൽ ഈ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ റിവേഴ്സൽ കൺഫർമേഷൻ ആവുള്ളൂ. ബട്ട് മൊമെന്റം താഴത്തെ ലെവലിൽ ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇന്നത്തെ ക്യാൻഡിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സിമിലർ ടു നിഫ്റ്റി ആണ്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ച പോലെ തന്നെ ഈ ഒരു റേഞ്ച് ആണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് കാണുന്നത്. അപ്പം ബോട്ടം ലെവലിൽ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് കാണുന്നത്. മെയിനായിട്ട് ഇന്ന് നിഫ്റ്റിനെ മേലോട്ടേക്ക് കൊണ്ടുപോയത് IT സെക്ടർ തന്നെ എന്ന് പറയാം. നിഫ്റ്റി ബാങ്കിലൊന്നും വലിയ മൂവ്മെന്റ് ഇല്ല. ബട്ട് എല്ലാ സ്റ്റോക്കുകളും എല്ലാ ഇൻഡെക്സുകളും ഇന്ന് റിക്കവർ ചെയ്യുന്നതാണ് വേണ്ടത്. ഫസ്റ്റ് ഹാഫ് മീൻസ് ആദ്യത്തെ ഒരു 1 അവറോളം മാർക്കറ്റ് താഴോട്ട് വരുന്നതാണ് കണ്ടത്. നല്ല രീതിയിൽ ഡിക്ലൈൻ ഉണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു റിക്കവറിയും റിക്കവറി അത് ക്ലോസ് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. റിക്കവർ ചെയ്ത് അവിടെ നിന്ന് താഴെ വരുന്ന കണ്ടില്ല, ആ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാണ്. അപ്പം മാർക്കറ്റിൽ ഒരു നല്ല സ്ട്രെങ്ത് മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നാളത്തേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ നിയർ ബൈ ഉള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,800 തന്നെയാണ്. അത് കഴിഞ്ഞുള്ള റെസിസ്റ്റൻസ് ലെവൽ ഓൾമോസ്റ്റ് 24,000 എന്ന് തന്നെ പറയാം. ഈ 2 ലെവൽസ് ആണ് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ടത് ടുവേർഡ്സ് അപ്സൈഡ്. അതേപോലെ ബോട്ടം ലെവൽ നോക്കുവാണെങ്കിൽ 23,500 ആണ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പം ഈ 3 ലെവൽസും കൂടെ നാളെ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെയാണോ ഓപ്പൺ ചെയ്യുക, ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുക, അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയും നോക്കുക. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷനോ, അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷനാണ്
മാർക്കറ്റിൽ ഇപ്പം പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുക. നല്ല രീതിയിലുള്ള വോൾട്ടൈൽ മാർക്കറ്റാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്, മേലോട്ട് പോകുന്നുണ്ട്. ഒരു ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കോഷ്യസോട് കൂടി മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം ഗ്ലോബലി അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. US ഇറാനും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നോക്കി മാത്രം ട്രേഡ് ചെയ്യാം. ബാങ്ക് എടുക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ തിരക്കേടില്ലാത്ത കുറച്ചും കൂടെ മാർക്കറ്റ് കുറച്ചും കൂടെ ലോ വന്ന് സപ്പോർട്ട് എടുക്കുന്ന രീതിയിലാണ് കണ്ടത്. ബട്ട് എന്നാലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. 54,400 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 55,000 റേഞ്ചിലാണ് അടുത്ത ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇന്നത്തെ ലോയും അല്ലെങ്കിൽ 52,700 ആ റേഞ്ചാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ കറന്റ്ലി ഇതും കുഴപ്പമില്ല, മാർക്കറ്റ് റാലി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നിഫ്റ്റി IT ആയിരിക്കും നാളത്തെ മൂവ്മെന്റിന് മേ ബി മൂവ്മെന്റിന്റെ ചാൻസസ് ഉള്ളത്. ഇവൻ നാസ്ഡാക്കൊക്കെ ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി IT നാളെ ഒരു റാലി കാണാൻ സാധിക്കും. നിഫ്റ്റി IT കുറച്ചും കൂടെ ഈ ഒരു റേഞ്ച് വരെയൊക്കെ സുഖമായിട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. 29,400. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 3.6% മാർക്കറ്റ് മൊമെന്റം കിട്ടാനുള്ള ചാൻസസ് നിഫ്റ്റി IT കാണുന്നുണ്ട്. അപ്പം നോക്കാം. അപ്പം നാളത്തെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ആ ബേസിലായിരിക്കും നിഫ്റ്റി ITന്റെ ഒരു നിഫ്റ്റി IT ഈവൻ നിഫ്റ്റി തന്നെ IT ബേസ് ചെയ്തിട്ടായിരിക്കും നാളെ മൊമെന്റം തരാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പം പെർട്ടിക്കുലർലി സ്റ്റോക്സ് വൈസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സെക്ടേഴ്സായ ഫാർമ സെക്ടറും പിന്നെ ഹെൽത്ത് സെക്ടറും ഇതൊക്കെയാണ് ഇപ്പോൾ സ്ട്രോങ്ങർ ആയ സെക്ടേഴ്സ് നിൽക്കുന്നത്. അതിലെ സ്റ്റോക്സുകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ IT നല്ല രീതിയിൽ ബോട്ടത്തിൽ സപ്പോർട്ട് എടുക്കുന്നതാണ്. നിഫ്റ്റി IT നിങ്ങൾക്ക് ഒരു കൈ നോക്കാവുന്നതാണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്യസ് ആയിരിക്കാം നിഫ്റ്റി ITന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ. എപ്പോൾ വേണമെങ്കിലും ആ റേഞ്ച് താഴോട്ട് വരാം. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ രീതിയിൽ മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ഒരു കോഷ്യസ് രീതിയിൽ മാത്രം IT കണ്ണുവെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ, താങ്ക് യു.